മനീഷ്, ഇപ്പോൾ മകൾ 19 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇത്തരത്തിൽ പിതാവിനെതിരെ മൊഴി പോലീസിൽ നൽകിയത്. അപ്പോൾ ഏറെ നാളായി അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണോ മകൾ പറയുന്നത്? അപ്പം തന്നെ ഏറെ നാൾ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം കൂടിയാണ് ഈ യുവതി മരിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മകൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്? ഇത് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട് പോലീസിന്? പ്രവിത, അതായത് ഈ മകൾ 1 മാസത്തോളം കാലമായി ഈ വിവരം എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല എന്ന് പോലീസ് ആരാഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞത് അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും, അതായത് അമ്മ കോമ സ്റ്റേജിലായിരുന്നു, പക്ഷേ ജീവൻ നഷ്ടപ്പെടുമെന്ന് മകൾ വിചാരിച്ചില്ല. അമ്മയുടെ മരണത്തോടു കൂടിയാണ് മകൾ ആകെ തകർന്നു പോയതും ഒപ്പം തന്നെ ഈ വിവരം പുറത്തു പറയാമെന്ന് ആലോചിച്ചു. അതാണ് പോലീസിനോട് ഈ മകൾ നൽകിയ മൊഴി. നിരന്തരമായി അച്ഛൻ ഈ സോണി അതായത് മദ്യപിച്ച ശേഷം അമ്മയെ മർദ്ദിക്കുമായിരുന്നു എന്ന് മകൾ മാത്രമല്ല അവിടെയുള്ള പരിസരവാസികൾ കൂടി പറയുന്നുണ്ട്. ആലപ്പുഴ നഗരസഭയിൽ തന്നെ ഒരു പാത്രക്കട നടത്തുന്ന ആളാണ് സോണി. ആലപ്പുഴ ഈ ചേർത്തല നഗരസഭ 26-ാം വാർഡിൽ പണ്ടകശാല വീട്ടിലാണ്, അതാണ് അവരുടെ വീട്ടുപേര്. അപ്പൊ നാട്ടുകാരൊക്കെ തന്നെ ഈ വിവരവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള നാട്ടുകാരെ ബന്ധപ്പെട്ടപ്പോൾ ഒക്കെ തന്നെ അവർ പറയുന്നുണ്ട്, ഈ ചില ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സോണി മദ്യപിച്ച ശേഷം സജിയെ അമിതമായി മദ്യപിച്ച ശേഷം മർദ്ദിക്കാറുണ്ട്, അവിടുന്ന് ചില ബഹളങ്ങളും കരച്ചിലും ഒക്കെ തന്നെ കേൾക്കാറുണ്ട് എന്ന് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ തന്നെ മകളും ഈ വിവരം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീടിനുള്ളിൽ വെച്ച് തന്നെ മർദ്ദനത്തിനിടയിൽ മുകളിലത്തെ നിലയിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റതെന്ന് ആണ് മകളുടെ മൊഴി. അത് അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന വിധം ഒരാൾ മർദ്ദിക്കുകയാണ് സ്വന്തം ഭാര്യ എന്ന രീതിയിൽ പോലീസിന്റെ സാങ്കേതികമായി കൊലക്കുറ്റം നിലനിൽക്കുന്നതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സാങ്കേതികമായി കൂടി മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് നിയമപരമായി പരിശോധിച്ച ശേഷം മാത്രമേ പോലീസിന് ഇത് സംബന്ധിച്ചിട്ട് കൊലക്കുറ്റം ചുമത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു വെള്ള കല്ലറയാണ്, അത് ഇവരുടെ ഒരു ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിക്കും ഓരോ കല്ലറയാണ്. ഈ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ പിന്നിലുള്ള സെമിത്തേരിയിലാണ് അവരുടെ കല്ലറയാണ്. വെള്ള നിറത്തിലുള്ള കല്ലറ കാണാം. ആ കല്ലറ ആയിരിക്കും അല്പനിമിഷത്തിനുള്ളിൽ തന്നെ അത് മൂടി തുറന്ന് മാറ്റിയ ശേഷം ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടി ഏകദേശം 1.5 മണിക്കൂറോളം സമയം ഇൻക്വസ്റ്റിന് വേണ്ടി വരും. RDO തന്നെ ആലപ്പുഴ സബ് കളക്ടർ തന്നെ സ്ഥലത്ത് നേതൃത്വം നൽകിക്കുന്ന ആ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിയ ശേഷമായിരിക്കും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം ലഭിച്ചാൽ ഈ കസ്റ്റഡിയിലുള്ള ആളെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് സാധിക്കും. കാരണം ഈ ഏതൊക്കെ തരത്തിലുള്ള മുറിവാണ് സംഭവിച്ചിട്ടുള്ളത്. പോലീസിന് സാധാരണഗതിയിൽ മകളുടെ മൊഴി തന്നെ ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം സ്വന്തം മകൾ തന്നെ സാക്ഷി കൂടിയാണ്. അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സാക്ഷി സ്വന്തം മകൾ തന്നെയാണ്. ആ മകൾ തന്നെ അച്ഛനെതിരെ മൊഴി നൽകുകയും സാക്ഷിയാണെന്ന് പറയുകയും അച്ഛൻ നിരന്തരമായി അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നും മദ്യപിച്ച ശേഷമാണ് അമ്മയെ ആക്രമിക്കാറുണ്ടെന്നുള്ള മൊഴി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പോലീസിന് അവശേഷിക്കുന്നത് ഈ ഭൗതികമായി മൃതദേഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ പരിശോധനയാണ്. ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരുടെ അടക്കമുള്ള സമാന്തരമായി ഈ സമയത്ത് നാട്ടുകാരുടെ അടക്കമുള്ള ആളുകളുടെ മൊഴി ഈ പോലീസ് സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംഭവം ആദ്യം തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവി തന്നെ നിർദ്ദേശിച്ചു അടിയന്തരമായി ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന്. കാരണം അമ്മ 1 മാസത്തോളം കാലമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ കോമ സ്റ്റേജിലായിരുന്നു. അങ്ങനെ പരിക്കേറ്റ് കിടന്ന ഒരാൾ മരിച്ചു പോകുമ്പോൾ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താറില്ല. അവിടെയൊക്കെ തന്നെ ഒരു രക്ഷപ്പെട്ടത് ഒരു പക്ഷേ ഈ ഭർത്താവ് സോണിയായിരുന്നു. ഈ കാര്യം പുറത്തു പറയരുത് എന്ന് മകളോട് പറഞ്ഞിരുന്നു. അതിൽ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മകൾ ജീവൻ ഭയന്ന നിലവിൽ അമ്മ വീടായ ആലപ്പുഴയിലേക്ക്, നീഷ്മ എന്നാണ് പേര്, 19 വയസ്സാണ് മീഷ്മ, നിലവിൽ ആലപ്പുഴയിലെ അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താണെങ്കിലും നാടിനെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇത്. ഒരു അപകടത്തിൽ പരിക്കേറ്റതല്ല, പകരം മദ്യപിച്ച് തന്നെ ഭർത്താവ് ഭാര്യയെ ഈ വിധം ഉപദ്രവിച്ചതിൽ തുടർന്നുണ്ടായ പരിക്ക് ഗുരുതരമാവുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നതുമാണ് മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും 19 വയസ്സുള്ള മകളാണ്. ആ മകൾ അച്ഛനെതിരെ മൊഴി നൽകുക എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെയാകും പോലീസ് മറ്റൊരു കാര്യങ്ങളിലേക്കും കടന്നിട്ടില്ല. സ്വന്തം അച്ഛനെതിരെ, കാരണം ഒറ്റ മകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വന്തം അച്ഛനെതിരെ ഇത്ര വലിയൊരു ഒരു മൊഴി മകൾ തന്നെ നൽകണമെങ്കിൽ വെറുതെ എന്തായാലും അത് നൽകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അമ്മയെ നിരന്തരം മർദ്ദിക്കുന്നത് ആ മകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അമ്മ മരിച്ചപ്പോൾ അമ്മ മരിക്കുമെന്ന് ഓർത്തില്ല എന്നാ കുട്ടി പറയുന്നത്. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പട്ടതിരിപ്പാടുന്നാണ് തുടങ്ങിയത്. അത്തരത്തിൽ ഈ ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ എന്തായാലും അതിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.